റാപ്പർ വേടന് രാവണനാണ് ഇപ്പോൾ നായകൻ, ശ്രീരാമനല്ല എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്തായി റാപ്പർ വേടൻ പറയുന്ന ചില കാര്യങ്ങൾ അത്ര അങ്ങോട്ട് യോജിക്കുന്നതല്ല എന്നുള്ളതാണ്. എന്താണ് ഇതിലൂടെ വേടൻ ഉദ്ദേശിക്കുന്നത്? വേടൻ വിദ്വേഷം പരത്തുന്ന ആളാണ്. വിദ്വേഷ പ്രസംഗം ഇല്ലെങ്കിൽ വിദ്വേഷ പാട്ടുകളൊക്കെയാണ് വേടന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. പുലികളുടെ ദാഹം തീരുന്നില്ല എന്നൊക്കെയാണ് പാട്ട് അജണ്ടകൾ, അജണ്ടയാണത്, പ്രൊപ്പഗൻഡയാ. അപ്പോൾ പുലികളുടെ ദാഹം തീരുന്നില്ല എന്നാണ് വേടൻ പാട്ട് പാടുന്നത്. സിറിയയിൽ അത് സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഭീകരവാദത്തെ താലോലിക്കുക എന്നുള്ളതാണ്. ഇത് ഇവിടെ രാവണനെ പുകഴ്ത്തി പറയുന്നു. രാവണനെ പുകഴ്ത്തി പറയുന്ന നമുക്ക് സാധാരണ ഹിന്ദുക്കൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം രാവണനെ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇവിടെ ആയിരക്കണക്കിന് രാമായണം, നൂറുകണക്കിന് രാമായണമുണ്ട്. ഇന്ത്യയിൽ രാമായണമുണ്ട്. ഇന്ത്യയിൽ തന്നെ എത്ര വകഭേദങ്ങളുണ്ട്. നമ്മുടെ അധ്യാത്മ രാമായണമുണ്ട്, കമ്മ രാമായണമുണ്ട്, പിന്നെ രാമകഥാ പാട്ടുണ്ട്, കണ്ണശ രാമായണമുണ്ട്. ഇപ്പം തന്നെ നാളെ പിന്നെ മാപ്പിള രാമായണമുണ്ട്. പിന്നെ ഉത്തരേന്ത്യയിൽ പല വിധത്തിലുള്ള രാമായണങ്ങളുണ്ട്. പല മേഖലയിലുള്ള വാൽമീകിയുടെ രാമായണമാണ് അടിസ്ഥാനം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിൽ രാമായണമുണ്ട്, ജപ്പാനിൽ രാമായണമുണ്ട്, തായ്ലാൻഡിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള രാമായണങ്ങളുണ്ട്. അതായത് ജപ്പാനിലേക്ക് രാമായണങ്ങളുണ്ട്, അറിയോ? അപ്പോൾ ഈ രാമായണങ്ങളെ പറ്റിയിട്ടൊന്നും ഇവർക്കറിയില്ല. ഇന്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ അറിയാം ലോകത്ത് എത്ര തരം രാമായണം. മാപ്പിള രാമായണം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു രാമായണമുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ ചൈനയിൽ, ഈ ടിബറ്റിൽ, തായ്ലാൻഡിൽ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ, ഇന്തോനേഷ്യയിൽ, അങ്ങനെ വിവിധ തരത്തിലുള്ള രാമായണങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയിലുണ്ട്, മാപ്പിള രാമായണമുണ്ട്, ജപ്പാനിലുണ്ട്, ചൈനയിലുണ്ട്, നേപ്പാളിലുണ്ട്, ഈ പറയുന്ന വിയറ്റ്നാമിലുണ്ട്, തായ്ലാൻഡിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, കംബോഡിയയിലുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ജപ്പാനിൽ വരെ ആ രീതിയിലുള്ള രാമായണമുണ്ട് കേട്ടോ. അപ്പോൾ പല രാമായണത്തിലും പല കൺസെപ്റ്റാണ്. ചിലയിടത്ത് രാവണൻ്റെ പുത്രിയാണ് സീത, ചിലയിടത്ത് രാമൻ്റെ സഹോദരിയാണ് സീത, ചിലയിടത്ത് വിഭീഷണനാണ് നായകൻ, ചിലയിടത്ത് ലക്ഷ്മണനാണ് നായകൻ. അങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. കാരണം ഹൈന്ദവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ മതപുസ്തകം എടുത്തുകൊണ്ട് വന്ന ആൾക്കാരെ വെട്ടിക്കൊന്നും കൊലപ്പെടുത്തിയും ബലാത്സംഗം ചെയ്തും കൊള്ളയടിച്ചും വന്ന ഒരു മതമല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈവിധ്യത്തിലൂടെ, വിവിധ ഭാവങ്ങളിലൂടെ, അറിവ് പകർന്ന് ദിഷണാശാലികളായ മനുഷ്യരിലൂടെ ഈ ദൈക്ഷണിക ഔന്നത്യം പകർന്ന് വികസിച്ച ഒരു മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. ആ മതത്തിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ വിശാലത, വൈവിധ്യം, ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആസ്വാദനക്ഷമത, കലാമൂല്യം, ഇവയല്ല. ഇതൊന്നുമില്ലാതെ സങ്കുചിത വരണ്ട മണലാരണ്യത്തിലുണ്ടായ ചില തത്വസംഹിതകൾക്ക് ഇതിനവിടെ കിടപിടിച്ച് നിൽക്കാൻ കഴിയില്ല. വേടൻ്റെ തത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വിദ്വേഷത്തിൻ്റെതും ഈ പറയുന്ന വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നതിൻ്റെ രാഷ്ട്രീയവുമാണ് വേടൻ പറയുന്നത്. അതുകൊണ്ടാണ് വേടന് ഈ പറയുന്ന സങ്കുചിത മനോഭാവത്തിൽ നിൽക്കുന്നത്. പുലികളുടെ ദാഹം തീരുന്നില്ല എന്ന് എഴുതിയ പാടിയ ആളാണ്. ആ രീതിയിലാണ് വേടൻ്റെ രാഷ്ട്രീയം പോകുന്നത്. കഞ്ചാവ് അടിച്ചിട്ട് എഴുതുന്ന ഒരാൾക്ക് ഇതിനപ്പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അവരുപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ ശേഷി പ്രാപിച്ചിട്ടാണ്. അവരത്രയും കഴിവുള്ളവരായിരിക്കണം. അങ്ങനെ സമൂഹത്തിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് ചിത്തശുദ്ധിക്ക് അല്ലെങ്കിൽ ചിത്തവൃത്തി നിരോധത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കണം. അല്ലാതെ സമൂഹത്തിൽ ഈ കഞ്ചാവ് അടിച്ച് അതിനെ ഒരു ലഹരി വസ്തുവായിട്ട് കണ്ട് ഉപയോഗിച്ചിട്ട് മരുന്നായിട്ടൊക്കെയാണ് കഞ്ചാവ് ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആയുർവേദത്തിൽ മാത്രമല്ല, ഈ പറയുന്ന കീമോയ്ക്ക് ശേഷമുള്ള വേദന സംഹാരിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കഞ്ചാവിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള ഇതിനെ ദുരുപയോഗം ചെയ്ത് ഫുൾ ടൈം കഞ്ചാവ് അടിച്ച് ഈ പറയുന്ന വായിൽ തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് പാടി നടക്കുന്ന ആളാണ് വേടൻ. വേടന് യാതൊരു രാഷ്ട്രീയ ഔന്നത്യവുമില്ല. രാഷ്ട്രീയമായി അധപ്പതിച്ച വിദ്വേഷ പ്രചാരണം മാത്രം നടത്തുന്ന ഒരാളാണ്. അയാളെ പറ്റി പറഞ്ഞൊരു കാര്യമില്ല. നമുക്ക് രാമായണത്തിലേക്ക് വരാം. രാമായണം വളരെ വിശാലമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന വേടന് ഇത് പറഞ്ഞതുപോലെ ഖുറാനെ പറ്റിയിട്ടോ ഇസ്ലാമിനെ പറ്റിയോ ഒന്ന് പറഞ്ഞു നോക്കണം. ഇല്ലെങ്കിൽ നബിയെ പറ്റിയിട്ട്, എന്തിനു വേണ്ട നബിയല്ല, ഈ പറയുന്ന ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള അലിയെ പറ്റി പറയണം. അലിയാണ് കേമൻ, നബിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്നിട്ട് ഒരു പാട്ട് അങ്ങനെ പാടിക്കുക, അലി അല്ല കേമൻ, നബി അല്ല കേമൻ, അലിയാണെന്ന് പറഞ്ഞിട്ട് പാട്ടിങ്ങനെ പാടാമല്ലോ. ഇയാളുണ്ടാക്കി പാടുന്നത് ഇയാളുടെ പാട്ടല്ലേ നീ തമ്പുരാനല്ല ഞാൻ, അങ്ങനെ അശ്ലീലമല്ലേ എന്തും പാടാൻ. മോദിയെ കുറിച്ചൊക്കെ ഈ ഇടയ്ക്ക് പാടിയതൊക്കെ പഴയ പാട്ടുകളൊക്കെ ആളുകൾ കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിദ്വേഷപരമായിട്ട് ഇയാളുടെ വിചാരം ബോബ് മാർലിയുടെ ആശയങ്ങളൊക്കെ വേറെ ആയിരുന്നു കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ബോബ് മാർലിയൊക്കെ പറഞ്ഞത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബ് മാർലി ആരും വെറുത്തുകൊണ്ടല്ല.
ഇവിടെ വെറുപ്പല്ലേ? ഹൈന്ദവ വിരോധമുണ്ട്, മറ്റ് മതത്തിൽപ്പെട്ടവർ പറയുന്ന വിരോധമുണ്ട്, ഈ പറയുന്ന ജാതി ഉണ്ടെന്ന് പറഞ്ഞു വരുത്തി തീർത്ത് അതിൻ്റെ മേൽ കിടന്ന് കളിക്കുന്ന ആളാണ് ഇയാൾ. വേട സമുദായമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നിട്ട് വേടൻ എന്ന് സ്വയം പേര് വിട്ട് നടക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടനല്ല, ഇതിനകത്ത് പിന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഭീകരവാദത്തിനെ, ഇസ്ലാമിക തീവ്രവാദത്തിനെയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ജാതിയെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ ജാതി ഒരിടത്തും ജാതിയില്ല, നമുക്ക് ജാതിയെ കാണാൻ കഴിയില്ല. ജാതി എന്ന് പറയുന്ന സംഭവം വിദ്യാർത്ഥികൾക്കിടയിലില്ല, യുവാക്കൾക്കിടയിലില്ല, ആൾക്കാർക്കിടയിലില്ല, ഒന്നുമില്ല. ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, അവർ സ്വതന്ത്രമായിട്ട് ഇടപഴകുന്നു, ജീവിക്കുന്നു. സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഏത് മാർക്കറ്റിൽ, ഏത് സമൂഹത്തിൽ, ഏത് ബസ്സിൽ, ഏത് ട്രെയിനിൽ ആര് ജാതി നോക്കുന്നു? ഒരു ജാതിയും ഇല്ല. ഇല്ലാത്ത ജാതിയെ വെറുതെ ഇവർ കൽപ്പിച്ചെടുക്കുകയാണ്. എന്തിനാണ്? ഇവിടുത്തെ ഭീകരവാദം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി. ഇവിടെ നടക്കുന്ന ഭീകരവാദമാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇവിടെ നടക്കുന്ന തീവ്രവാദമാണ് പ്രശ്നം, ആ ഭീകരവാദത്തിൻ്റെ മതത്തിലാണ് പ്രശ്നം എന്നുള്ളത് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേടൻ ഈ കളിയായ കളിയൊക്കെ കളിക്കുന്നത്. ഇനി നമുക്ക് രാമായണത്തിലേക്ക് വരാം. ഈ രാവണനെ പറ്റി പറയുന്നുണ്ടല്ലോ, രാവണനാണ് നായകനെന്ന്. രാവണനെ നായകനാക്കിയത് എന്താ കുഴപ്പം? രാവണന് പ്രത്യേകം നല്ല കഴിവുള്ള ആളായിരുന്നു. അതായത് കൈലാസമായിട്ട് തമ്മാനമാടിയ ആളാണ്. അങ്ങനെ ശിവൻ വന്ന് അനുഗ്രഹിക്കുന്ന പരമശിവൻ കഴിവുള്ള ആൾ തന്നെ. പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, കണ്ടവൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രോഗമുണ്ടായിരുന്നു. അത് ഇന്ദ്രൻ്റെ ഭാര്യയെ അത് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അഗ്നിയുടെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത് പിടിക്കാൻ നോക്കിയപ്പോഴാണ് അത് രാമൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത്. അപ്പം കത്തിപ്പോവും. അങ്ങനെയാണ് കഥ പറയുന്നത്. കഥയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതാണ് കഥ പറയുന്നത്. ഇതാണ് രാവണൻ സീതയുടെ അനുവാദമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ കത്തിപ്പോകുന്നു. പിന്നെ രാവണനെ അസുരനാക്കി ചിത്രീകരിക്കുന്നു. രാവണൻ അസുരനല്ല. രാവണൻ ഒരു മഹർഷിയുടെ പുത്രനാണ്. വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയുടെയും ഒരു രാക്ഷസ രാജാവിൻ്റെ മകളായ കൈകസിയുടെയും പുത്രനാണ്. വിശ്രവസിൻ്റെയും രാക്ഷസ രാജാവ്, അസുരനല്ല എന്ന് ഓർക്കണം. രാക്ഷസൻ വേറെ, അസുരൻ വേറെ, തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. അസുരനും സുരനും തമ്മിലുള്ള വ്യത്യാസമല്ല. രാക്ഷസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടനാണ്. രാക്ഷസൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രാക്ഷസനാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാക്ഷസ രാജാവ് സുമാലിയുടെ പുത്രി, സുമാലിയാണ് ഈ കൈകസിയുടെ അച്ഛൻ, അതായത് താടകയാണ് അമ്മ. കൈകസിയുടെ അമ്മ എന്ന് പറയുന്നത് താടകി, അച്ഛൻ എന്ന് പറയുന്ന സുമാലി എന്ന് പറയുന്ന രാക്ഷസ രാജാവാണ്. സുകേതു എന്ന യക്ഷനാണ്, യക്ഷൻ്റെ പുത്രിയാണ്, ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്തിൽ ഉണ്ടായ യക്ഷൻ്റെ പുത്രിയാണ് താടക. 1000 ആനകളുടെ ശക്തിയുള്ള സ്ത്രീയാണ് താടക. അങ്ങനെ ബ്രഹ്മാവിൻ്റെ പുത്രൻ, പ്രജാപതിമാരിൽ ഒരാളുമായിട്ടുള്ള പുലസ്ത്യ മഹർഷിയുടെ പുത്രനാണ് വിശ്രവസ്. അങ്ങനെ ഈ 2 പരമ്പരകളിൽ നിന്ന് വന്ന, ഒരു രാക്ഷസ പരമ്പരയിൽ നിന്നും ഒന്ന് ബ്രഹ്മാവിൻ്റെ പരമ്പരയിൽ നിന്നും വന്ന 2 പേരുടെ പുത്രനാണ് രാവണൻ. അപ്പോൾ രാവണൻ എന്ന് പറയുന്നത് മോശം കഥാപാത്രം, രാക്ഷസ സ്വഭാവം അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാക്ഷസ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടകയെ പോലെ 1000 ആനകളുടെ ശക്തിയും ഈ പറയുന്ന മായാവിദ്യകളും ഒക്കെ ഉള്ള സ്ത്രീയാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാക്ഷസ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഇന്ദ്രിയ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത വാഞ്ച. യക്ഷിക്കുള്ളത് കാമത്തിൻ്റെ പരകോടിയിലെത്തുമ്പോൾ മനുഷ്യൻ യക്ഷിയായിട്ട് മാറും. അതാണ് യക്ഷി. അതേ പുരുഷനാണെങ്കിൽ അവൻ ഗന്ധർവനായിട്ട് മാറും, ഇല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണെങ്കിൽ അവൻ ഈ പറയുന്ന നീചനായിട്ടുള്ള രാക്ഷസനായിട്ട് മാറും. അങ്ങനെ ഈ ഗുണങ്ങളാണ് മനുഷ്യനെ എന്താക്കി തീർക്കുന്ന, അവൻ്റെ സ്വരൂപത്തിലേക്ക് എത്തിക്കുന്ന. ബ്രാഹ്മണ പരമ്പരയിലും രാക്ഷസ പരമ്പരയിലും വരുന്ന ഒരു കുലത്തിൽ ജനിച്ച ആളാണ് രാവണൻ എന്ന് പറയുന്നത്. അയാൾക്ക് ഈ 2 ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അയാൾ മോശക്കാരനാണെന്നുള്ളത് അയാളുടെ സ്വഭാവം കൊണ്ടാണ്, അയാളുടെ പരമ്പര കൊണ്ടല്ല എന്നുള്ളതും ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ട് വേടൻ എത്രയൊക്കെ രാമായണത്തെ ആക്രമിക്കാൻ നോക്കിയാലും അതൊന്നും ഇവിടേക്കില്ല. രാമായണം 1000 വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്.